യൂട്യൂബിൽ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ 10 ഡോളർ കംപ്ലീറ്റ് ആയാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ശരിയായ വിധത്തിൽ ആഡ് ചെയ്യാം? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം വരുന്ന ഓരോ ഓപ്ഷൻസ് ആണ് ടാക്സ് ഇൻഫോർമേഷൻ ആഡ് ചെയ്യാനും ID വെരിഫിക്കേഷൻ ചെയ്യാനും പിൻ വെരിഫിക്കേഷൻ ചെയ്യാനും. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ലാസ്റ്റുള്ള ഓപ്ഷനാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ബാങ്ക് അക്കൗണ്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ക്യാഷ് വേണ്ടേ, നമ്മുടെ ഇതിലേക്ക് ക്യാഷ് വരണ്ടേ, ട്രാൻസ്ഫർ ആയിട്ട് വരണ്ടേ. അതിന് സ്വിഫ്റ്റ് കോഡ് അടക്കം നമ്മുടെ ബാങ്കിൽ പോയിട്ട് ചോദിച്ചിട്ട് സ്വിഫ്റ്റ് കോഡ് അടക്കം വാങ്ങിച്ചു കൊടുക്കണം. സ്വിഫ്റ്റ് കോഡ് എന്തിനാണെന്ന് അറിയാമോ? സ്വിഫ്റ്റ് കോഡ് നമ്മുടെ പുറമേയുള്ള മണിയെ നമ്മുടെ മണിയിലേക്ക്, ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവമാണ് സ്വിഫ്റ്റ് കോഡ്. അത് കറക്റ്റായിട്ടും അത് ചോദിച്ച് ഫില്ല് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള മണി, ഇപ്പോൾ ഡോളർ ആയാലും ഡോളർ ആയാലും നമുക്ക് ആ ഡോളർ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക്, ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൂളായിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറഞ്ഞ് എനേബിൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും മറക്കണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. $10 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് ഇതൊക്കെ വരുന്നത്. $10 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ആക്കാനുള്ള ഓപ്ഷൻ കൂടെ വരും. ആ ബാങ്ക് അക്കൗണ്ട് ആഡ് ആക്കാനുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ആ ബാങ്ക് അക്കൗണ്ട് ആഡ് ആക്കാൻ വേണ്ടി നമ്മളിവിടെ ഇടതുഭാഗത്ത് കാണുന്ന 3 വരയില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ പേയ്മെൻറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ്സ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. US ഡോളർ എന്നുള്ളത് നമ്മുടെ ഇന്ത്യ US ഡോളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടാമത്തെ ഇതിൽ കൊടുക്കുകയാണ്. അതിൽ നമുക്ക് വരുന്ന നോക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ എൻ്റെ ഏണിങ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. $10 കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ ഓക്കെ. അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞില്ല ഒന്നവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ആഡ് പേയ്മെൻറ്റ്സ് മെത്തേഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ആഡ് പേയ്മെൻറ്റ്സ് മെത്തേഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നെറ്റ്വർക്കിൻ്റെ ട്രബിൾ ആയിരിക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. നമ്മളവിടെ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാങ്ക് നെയിം ഫില്ല് ചെയ്ത് കൊടുക്കണം, IFSC കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക, സ്വിഫ്റ്റ് കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അവിടെ ചോദിച്ചിട്ടുള്ള എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഓപ്ഷൻ നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് നെയിമും നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും, മിക്കവാറും സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും. സേവിങ്സ് അക്കൗണ്ടാണ് ഉണ്ടായിരിക്കുക, സേവിങ്സ് അക്കൗണ്ട്. ഓക്കെ, നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട്, അതിനുശേഷം വരുന്ന ബാങ്ക് നെയിം, IFSC കോഡ്, സ്വിഫ്റ്റ് കോഡ്, BSC, അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇതൊക്കെ കൊടുത്തതിന് ശേഷം അത് കറക്റ്റാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അവിടെ ബെനിഫിഷ്യറി ID കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷനിൽ അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. കാരണം ഒറ്റയടിക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പോകണ്ട. കറക്റ്റായിട്ട് ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അവിടെ ഇൻ്റർമീഡിയറി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് ഇൻ്റർമീഡിയറി ബാങ്ക്. അതും ഇതൊക്കെ ഓപ്ഷനിലാണ്. അതൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണൽ മാത്രമാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇത്ര ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കിട്ടിയാൽ മതി.
ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ടിക്ക് മാർക്ക് ഉണ്ടെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അവിടെ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമ്മളവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം സേവ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ ആഡ് ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ട്രബിൾ ആയിരിക്കാം, വളരെ സ്ലോ ആയിട്ടാണ്, ബഫറിങ് കൂടുതലാണ്. ഓക്കെ, അവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് ഇൻ്റർഫേസാണ് വരുന്നത് നോക്കാം. ഓക്കെ, അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടെക് ഇൻഫോർമേഷൻ സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെയും ബൈ.